ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഈ ലോകം വിട്ടുപോകും. അല്പം മുൻപ് നടന്ന 10ഓളം ഡോക്ടർമാരുടെ ചർച്ചയിൽ അവരെല്ലാവരും ആവർത്തിച്ച് പറഞ്ഞ ഒരു വാക്ക്, ഞങ്ങളുടെ കൈകളിൽ എത്ര ഡിഗ്രികളുണ്ടെങ്കിലും, എത്ര വലിയ ഡോക്ടേഴ്സിന്റെ ചികിത്സാ രംഗത്ത് ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഒരു മരണത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന ഒരു കഴിവും ഈ ലോകത്തൊരാൾക്കും അള്ളാഹു നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു സമൂഹത്തിന് മുൻപിലും എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് അവർ കോതിക്കൊടുക്കുന്ന, ഓർമ്മപ്പെടുത്തി കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, മൗത്ത്. മനുഷ്യരെ സർവ്വ ആസ്വാദനങ്ങളും സർവ്വ അവകാശങ്ങളും നിലപ്പിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. ഈ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഇന്ന് സുരക്ഷിതമായി വീട്ടിലെത്തും എന്നുള്ളതിൽ യാതൊരു ഗ്യാരണ്ടിയുമില്ല. അതുകൊണ്ടാണ് മുൻകാലഘട്ടത്തിലുള്ള ഉലമാക്കൾ അത് കവിതയിലൂടെ പാടിപ്പറഞ്ഞതും, വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫീ യൗമി മൗതിക ലാഹികൻ മസ്റൂറാ വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ. ആദമിന്റെ മക്കളെ, നിങ്ങളെ നിങ്ങളുടെ ഉമ്മ പ്രസവിച്ചപ്പോ നിങ്ങളൊക്കെ കരയുന്നവരായിരുന്നു. ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി പെട്ടെന്ന് മൂകമാകും, ഡോക്ടർമാർ വെപ്രാളപ്പെടും, കുടുംബത്തിലെ പലരും സങ്കടപ്പെടും. അങ്ങനെ ഒരു കരയുന്നവനായിട്ടാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ അന്ന് നിങ്ങളുടെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്നവരൊക്കെ ചിരിച്ചവരാ. നമ്മുടെ കരച്ചിൽ കണ്ട് കുടുംബക്കാർ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ജനിച്ച ദിവസമാ എങ്കിൽ നീ ധരിച്ച വസ്ത്രം നിന്റെ കുടുംബക്കാരയക്കുന്ന ഒരു ദിനമുണ്ട്. നീ കുളിച്ച നിന്റെ കുളിക്ക് പുറമെ നിന്നെ കുടുംബക്കാർ കുളിപ്പിക്കുന്ന ഒരു ദിനമുണ്ട്. നിന്റെ കണ്ണുകൾ കൈകൊണ്ട് അടച്ചു വെക്കുന്ന ഒരു ദിനമുണ്ട്. നിന്റെ കാലിന്റെ വിരലുകൾ കൂട്ടിക്കെട്ടുന്ന ഒരു ദിനമുണ്ട്. നിന്റെ കൈകൾ പോലും നിശ്ചലമാക്കപ്പെടുന്ന ഒരു ദിനമുണ്ട്. അന്ന് നിനക്ക് ഏറ്റവും മനസ്സമാധാനത്തോടുകൂടി ചുറ്റുഭാഗത്തുള്ളവർ വിങ്ങിപ്പൊട്ടിക്കരയുന്ന അന്ന് നിനക്ക് നിന്റെ സൃഷ്ടാവിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകണമെങ്കിൽ നിന്റെ ആയുസ് കൊണ്ട് നീ നിനക്ക് വേണ്ടി സമ്പാദിച്ചു കൊണ്ടിരിക്കണം. നാളെ റബ്ബിന്റെ കബറിലേക്ക് ചേർത്ത് കിടത്തി 3 പിടി മണ്ണുവാരിയിട്ട് കുടുംബക്കാര് തിരിച്ചു പോകുമ്പോ ആ പടച്ച റബ്ബിന്റെ പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിൽ നാഥന്റെ സ്നേഹത്തിന്റെ അനുഗ്രഹത്തോടു കൂടി നിനക്ക് ജീവിക്കണമെങ്കിൽ, നിനക്ക് ജീവിതം തന്ന നിന്റെ സൃഷ്ടാവിനോട്, നിനക്ക് ആയുസ് തന്ന നിന്റെ സൃഷ്ടാവിനോട്, നിനക്ക് ജീവിതത്തിന്റെ വലിയ ജോലി തന്ന സൃഷ്ടാവിനോട് നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം. ആ അധ്വാനിക്കാൻ വേണ്ടി ഈ ദുനിയാവിലേക്ക് നിയോഗിക്കപ്പെട്ട നമ്മൾ ആരും ഇന്ന് നമുക്കുണ്ടെന്ന് അവകാശപ്പെടുന്നതൊന്നും കൊണ്ടുവന്നവരല്ല. ആകാശ ലോകത്ത് നിന്നും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നൽകിയ അനുഗ്രഹം മാത്രമായിരുന്നു ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്ന നമ്മളെ കയ്യിലുണ്ടായിരുന്നതെങ്കിൽ, ഈ ലോകത്ത് നേടിയതും വെട്ടിപ്പിടിച്ചതും സംരക്ഷിച്ചതും എത്രയേറെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എല്ലാം ഈ ലോകത്ത് ഉപേക്ഷിച്ചു പോകുന്ന അവസാനത്തെ യാത്ര നെറ്റിത്തടത്തിലെ വിയർപ്പം പുഞ്ചിരിക്കുന്ന മുഖവുമായി നമ്മളെ സൃഷ്ടാവിനെ കണ്ടുമുട്ടാനായിരിക്കണം നമ്മൾ ഓരോരുത്തരും ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്.